ഹായ്, ഞാൻ ടൈംസ് പാർട്ട്ണർ എന്നാണ്. ഇത് ഞങ്ങളുടെ CRM സോഫ്റ്റ്വെയർ ആണ് സെയിൽസിന് വേണ്ടി. ഇന്ന് സെയിൽസിന് വേണ്ടി ഞങ്ങളുടെ CRM സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളത് ഞാൻ പറയുന്നതാണ്. ആദ്യമായി യൂസർ നെയിമും പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ഡാഷ്ബോർഡ്. ഇവിടെ കുറേ ടാബ്സ് ഉണ്ട്. അതൊക്കെ സെയിൽസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യമായി ഡാഷ്ബോർഡിൽ പോയി ഡാഷ്ബോർഡിൻ്റെ യൂസസ് ഞാൻ പറയാം. ഡാഷ്ബോർഡ്, സർവീസ് ഡാഷ്ബോർഡ്, സെയിൽസ് ഡാഷ്ബോർഡ് ഒക്കെ ഉണ്ട്. സെയിൽസ് ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലീഡ്സിൻ്റെ ഓവർവ്യൂ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ എത്ര സെയിൽസ് നടന്നതെന്ന് അഡ്മിന് ഡയറക്റ്റ് കാണാൻ പറ്റുന്നതാണ്. അതിൽ എത്ര സെയിൽസ് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ദിവസത്തെ ഡീറ്റെയിൽസാണ് ഇത്, ഡെയിലി. അതേപോലെ തന്നെ വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടാം. അഡ്മിൻ ഓരോ ദിവസത്തെയോ മാസത്തെയോ കൊല്ലത്തെയോ ഡീറ്റെയിൽസ് ഇവിടെ അവർക്ക് സെർച്ച് ചെയ്ത് കിട്ടാൻ പറ്റുന്നതാണ്. ഇവിടെ ഇപ്പം ഇയർലി വിൻ എത്രയാണ് ചെയ്തിരിക്കുന്നത്, സെയിൽസ് ഞങ്ങളുടെ കമ്പനി എത്ര വിൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ അവരെ അസൈൻ ചെയ്തത് ആരാണിത് സെയിൽ ചെയ്തത്, ഏത് കസ്റ്റമേഴ്സാണ്, അതൊക്കെ മനസ്സിലാവും. അതുകൂടാണ്ട് ഓപ്പണിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് നിങ്ങൾ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്പണിലായിരിക്കും ലീഡ് ഉണ്ടാവുക. അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് വേണ്ടി കസ്റ്റമറിന് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലോക്കേറ്റഡ് ഫോമിലാണ് ഉണ്ടാകുന്നത്. അതേപോലെ ഹോട്ട്, വാം, കോൾഡ്, ആ ലീഡിന് എത്ര താല്പര്യമുണ്ട്, ഇപ്പം അടുത്ത മാസം പ്രൊഡക്റ്റ് വാങ്ങാം, ഇല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് പ്രൊഡക്റ്റ് വാങ്ങാം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കോൾഡിലിടാം. ഇപ്പം ഞാനിവിടെ ന്യൂ ലീഡിനെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അതുകൂടാണ്ട് ജസ്റ്റ് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി സർവീസ് CRMൽ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് എടുക്കാം. അല്ലെങ്കിൽ പെർട്ടിക്കുലറി ഒരു കസ്റ്റമറിനെ സെർച്ച് ചെയ്യേണ്ടെങ്കിൽ അവരുടെ നെയിം ടൈപ്പ് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഇപ്പം പുതിയതായി ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ആദ്യം ആഡ് കസ്റ്റമറിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ടുള്ള പേജ് വരും. അവിടെ ബ്രാഞ്ച് നെയിം, കസ്റ്റമർ നെയിം, ടെസ്റ്റിന് വേണ്ടി ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. അതുകൂടാണ്ട് ഇമെയിൽ ID, സ്റ്റേറ്റ്, ഏരിയ, സോൺ അതൊക്കെ ആഡ് ചെയ്യാം. ഈ കസ്റ്റമർ ആഡ് ചെയ്യുന്ന പേജോ എന്ത് വേണ്ടിക്കലും ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തരും. നിങ്ങൾക്ക് കമ്പനിക്ക് ആവശ്യമായി വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരാം. സ്റ്റേറ്റ് ന്യൂ സ്ക്രോൾ ഡൗൺ ബട്ടണിൽ ആഡ് ചെയ്യേണ്ടെങ്കിൽ സൈഡിലെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ആഡ് ചെയ്യാം. അതേപോലെ ഏരിയയും ആഡ് ചെയ്യാം, സോണും ആഡ് ചെയ്യാം. ഇപ്പം മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം. എൻക്വയറി ഫ്രോം, എവിടെ നിന്നാണ് ഈ ലീഡ് കിട്ടിയത് അതിൻ്റെ ഡീറ്റെയിൽസ്. കസ്റ്റമർ ടൈപ്പ്, ന്യൂ ആണോ അതോ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണോ എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിയിൽ പെടുന്നതാണ് ഈ ലീഡ് അതും ആഡ് ചെയ്യാം. ഇനി ലീഡ് ടൈപ്പ് ആഡ് ചെയ്യാം. പർപ്പസ് ചെറിയൊരു ഡീറ്റെയിൽ അവിടെ എഴുതിയാൽ മതി. ഇപ്പം റിക്വസ്റ്റഡ് ഫോർ പ്രൈസ് ഓർ പ്രൈസ് ഡീറ്റെയിൽസ് നീഡഡ് നിങ്ങൾക്ക് വേണ്ടത് ലീഡിനെ പറ്റി കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടതെന്നുള്ളത് ആഡ് ചെയ്ത് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ആവും. അപ്പോൾ സേവിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സേവ് ആവും. കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ലീഡ് രജിസ്റ്റർ. ലീഡിൽ പോയി ലീഡ് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലീഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ
ഇവിടെ കസ്റ്റമർ നെയിം സെലക്ട് ചെയ്യാം. ഇപ്പം ആഡ് ചെയ്ത കസ്റ്റമറിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസൊക്കെ വരും. അത് സെലക്ട് ചെയ്യാം. അതിൻ്റെ ശേഷം ആപ്പ് റിസീവ്ഡ് എന്ന് വെച്ചാൽ ഈ ലീഡ് എപ്പോഴാണ് കിട്ടിയത് അത് ആഡ് ചെയ്യാം. മീറ്റിംഗ് ഡേറ്റ്, മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. എൻക്വയറി ഫ്രം എവിടെ നിന്നാണ് ലീഡ് കിട്ടിയത് അതും ആഡ് ചെയ്യാം. ഇൻഡസ്ട്രി ഒക്കെ ആഡ് ചെയ്യാം. ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ കസ്റ്റമർ ഡീറ്റെയിൽസിൽ ആഡ് ചെയ്തത് എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അസൈനും ചെയ്യാം. ഏത് സെയിൽസ് എക്സിക്യൂട്ടീവിനാണ് ഈ ലീഡ് അസൈൻ ചെയ്യുന്നത് അത് ആഡ് ചെയ്യാം. ഇത് ലീഡ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി ആഡ് ബട്ടണിൽ ആഡ് ചെയ്ത് സേവ് ആക്കാം. അപ്പം ലീഡും രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ശേഷം ലീഡ് സ്റ്റേറ്റസ് വ്യൂ. നിങ്ങളെ ലീഡ് സ്റ്റേറ്റസിൽ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. ഓപ്പണിലെങ്കിൽ അലോഗേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്പണിലാണ് ഉണ്ടാവുക. ഓഫീസർ ഇപ്പം ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അലോഗേറ്റഡ് ഫോമിലാണ് ഉള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ടെസ്റ്റ് പർപ്പസിനാണ് ഞാനിത് സെലക്ട് ചെയ്യുന്നത്. അതിൽ അപ്ഡേറ്റ് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇവിടെ കസ്റ്റമർ ഡീറ്റെയിൽസ്, എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്സ് അതൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക്, കസ്റ്റമർ എന്നാണ് സംസാരിച്ചത്, കസ്റ്റമറും സെയിൽസ് എക്സിക്യൂട്ടീവും തമ്മിൽ എന്നാണ് സംസാരിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ ചെറുങ്ങനെ കൊടുക്കാം. ഇത് അഡ്മിന് യൂസ്ഫുൾ ആവും. ആ ഒരു ലീഡ് എന്നാണ് അവർ സംസാരിച്ച സെയിൽസ്മാനും കസ്റ്റമറും എന്നാണ് സംസാരിച്ചത്, അവരെ എപ്പോഴാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അതൊക്കെ ഇവിടെ കിട്ടും. ഇത് ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറ്റാം. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോയാൽ അവിടെ ഉണ്ടാവും ഈ സ്റ്റേറ്റസ് ലീഡ്. ഇവിടെ കസ്റ്റമർ അന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞ് അവരെ പിന്നെയും കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും. കൊട്ടേഷൻ സെൻഡ് ചെയ്യാനാണോ എന്തെങ്കിലും, അതൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. ഇത് ഒറ്റ ദിവസം ചെയ്യേണ്ടതല്ല. ഓരോ ടൈം അവർ കോൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അവർ ലീഡ്, ഇത് ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിയിലാണോ അതോ ഇത് ഹോട്ടാണോ കോൾഡാണോ അവർക്ക് വേണമെന്ന് താല്പര്യമില്ലേ, അതൊക്കെ ആഡ് ചെയ്യേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ. അഡ്മിന് ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ലീഡിനെ നിങ്ങൾ മിസ് ചെയ്യാൻ പറ്റില്ല. ഫോളോ അപ്പ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അസൈൻ ചെയ്ത സെയിൽസ് എക്സിക്യൂട്ടീവിന് അവിടെ നോട്ടിഫിക്കേഷനായിട്ട് വരും, ഇന്നേ ദിവസം ഇവരെ കോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കൊട്ടേഷനിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കൊട്ടേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുത്ത് ജനറേറ്റ് കൊട്ടേഷൻ എന്ന് അടിച്ചാൽ കൊട്ടേഷൻ ഡീറ്റെയിൽസും ജനറേറ്റ് ആവും. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പ്രൈസ് എഴുതുന്നുണ്ട്. കസ്റ്റമർ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ജനറേറ്റ് കൊട്ടേഷൻ അടിച്ചപ്പോൾ കൊട്ടേഷൻ ഫോർമാറ്റും നിങ്ങൾക്ക് വേണ്ട അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ടെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ക്വാണ്ടിറ്റി, റേറ്റ് വിത്ത് GST എമൗണ്ട് ഒക്കെ കൊടുക്കാം. ഇഫ് എനി ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കാം. എന്നിട്ട് ആഡ് ചെയ്യാം. ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്. അത് നിങ്ങൾ കമ്പനിക്ക് അനുസരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതും കൂടി ഈ കൊട്ടേഷനിൽ ഞങ്ങൾ ആഡ് ചെയ്ത് തരുന്നതാണ് ഡെവലപ്പർ. ആഡ് ബട്ടണിൽ കൊടുത്താൽ ആഡ് ആവും. ഇവിടെ ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ്, ഇപ്പം കൊട്ടേഷൻ ജനറേറ്റ് ആവും. ഡയറക്റ്റ് ഈ കൊട്ടേഷൻ ആ ലീഡിന് കസ്റ്റമർക്ക് ആപ്പ് ത്രൂ അയക്കാൻ പറ്റുന്നതാണ്, ഇല്ല വാട്സപ്പ് ത്രൂ. ഇതാണ് ഒരു ഫോർമാറ്റ്. ഈ ഫോർമാറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടിക്കലോ നിങ്ങളെ ലോഗോ വെച്ചിട്ടും നിങ്ങൾ ഇൻവോയ്സ് അനുസരിച്ചിട്ടെല്ലാം കൊട്ടേഷൻ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇനി ലീഡ് സ്റ്റേറ്റസ് ഒന്നുകൂടിയും ചെക്ക് ചെയ്യാം. കൊട്ടേഷനിൽ അയച്ചുകൊണ്ട് കൊട്ടേഷനിലേക്ക് പോയി അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ലീഡ് കസ്റ്റമർ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ
2-3 ഡേയ്സിനെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹോട്ടിലേക്ക് മൂവ് ചെയ്യാം. ഇതൊക്കെ ഡാഷ്ബോർഡിൽ ചെക്ക് ചെയ്യുമ്പം ഹോട്ടിലും ഓപ്പർച്യൂണിറ്റിയിലും കൊട്ടേഷനിലൊക്കെ ഏതൊക്കെ ലീഡ് ഉണ്ടെന്ന് അഡ്മിന് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതനുസരിച്ച് അവർക്ക് ഡയറക്റ്റ് കോളും ചെയ്യാം, ഇല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞ് അവർക്ക് കൊട്ടേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടിക്കെല്ലാം ചെയ്യാം. അപ്പം അപ്ഡേറ്റ് ചെയ്ത് ഞാനിതിപ്പം ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ ലീഡ് ഓൾറെഡി പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിന്നിലേക്ക് പോവാം. ഞങ്ങൾ ഈ സെയിൽ വിന്നായെന്നില്ല ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡെയിലി ഇപ്പം ചെക്ക് ചെയ്യുന്ന അഡ്മിന് ഡാഷ്ബോർഡിൽ വിന്നിൽ ഈ കസ്റ്റമർ ഞങ്ങൾ വിൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തു എന്നൊക്കെ കിട്ടാം. ഇവിടെ റിപ്പോർട്ട്സ് ഉണ്ട്, സെയിൽസ് റിപ്പോർട്ട്, സർവീസ് റിപ്പോർട്ട്, സെയിൽസ് റവന്യൂ റിപ്പോർട്ട് ഒക്കെ ഉണ്ട്. ഇവിടെ ലീഡ് ഇൻഫോർമേഷൻ ഓൾ എന്ന് അടിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് CRMൽ എന്തൊക്കെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും, ജനറേറ്റ് ആവും ഫുൾ ഡീറ്റെയിൽസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെർട്ടിക്കുലറായിട്ട് ഓരോ സെലക്ട് ചെയ്യാം. ബൈ കസ്റ്റമർ നെയിം ഇല്ലെങ്കിൽ ഡേറ്റ് ത്രൂ ഇത്ര ഡേറ്റിൽ ഏതാണ് ലീഡ് ആയത് അതെല്ലാം ജനറേറ്റ് ചെയ്യാം. അതുകൂടാണ്ട് സേവ് ആസ് എക്സൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് ഡൗൺലോഡും ചെയ്തെടുക്കാം. നെക്സ്റ്റ് റിപ്പോർട്ട്സിൽ റവന്യൂ റിപ്പോർട്ട്സും സെയിം ഫ്രോം ഡേറ്റ് ടു ഡേറ്റ് അടിച്ചാൽ അത് ഡീറ്റെയിൽസ് കിട്ടും. ബ്രാൻഡ് മാത്രമായിട്ട് നോക്കണ്ടെങ്കിൽ അതിലും കിട്ടും, മോഡൽസ് നോക്കണ്ടെങ്കിൽ അതിലും കിട്ടും. ഇല്ലേ ഒരു പർട്ടിക്കുലർ എക്സിക്യൂട്ടീവ് എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്, അവരെ പേയ്മെൻറ്റൊക്കെ പെൻഡിങ് ആണോ എന്നൊക്കെ ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടും. ഇതും എക്സൽ ത്രൂ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യേണ്ടിക്കലും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇത് സെയിൽസിന് വേണ്ടി ഏറ്റവും യൂസ്ഫുള്ളാണ്. ഈ CRM യൂസർ ഫ്രണ്ട്ലിയാണ്.